വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RBA ആക്ടിൻ്റെ തുടർച്ചയായ ക്ലാസ്സാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ RBA ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. നമ്മൾ സെപ്പറേറ്റ് ഫോൾഡറായിട്ട് ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് കാണുക. അതൊരു തുടർച്ചയായ വീഡിയോ ആണല്ലോ, തുടർച്ചയായ ഒരു സെക്ഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് പോയി കണ്ടതിന് ശേഷം വരുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ചാപ്റ്റർ 3 സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. ചാപ്റ്റർ 3 ആണ് സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻ. അപ്പോൾ എന്തെല്ലാമാണ് സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് എന്തെല്ലാമാണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓരോരോ പോയിന്റുകളായിട്ട് നമ്മൾ പതുക്കെ ഡിസ്കസ് ചെയ്തു പോകുന്നു. ഓക്കെ, ചാപ്റ്റർ 3 സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ്. സെക്ഷൻ 20 പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് ദ ബാങ്ക് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ്. ഒബ്ലിഗേഷൻ ഓഫ് ദ ബാങ്ക് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ്. അത് സാധാരണ അറിയപ്പെടുന്നത് ബാങ്കർ ടു ഗവൺമെൻറ് എന്ന പേരിലാണ് ആ ഒരു ചോദ്യം കാണപ്പെടാറ് കേട്ടോ. ചാപ്റ്റർ 3 ബാങ്കർ ടു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 20 ആണ്. അങ്ങനെ നമ്മൾ കാണാറുണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ ബാങ്കർ ടു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 20 ആണ്. അതാണ് ഒബ്ലിഗേഷൻ ഓഫ് ദ ബാങ്ക് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ ദ ബാങ്ക് ഷോൾ അണ്ടർടേക്ക് ടു ആക്സെപ്റ്റ് മണീസ് ഫോർ അക്കൗണ്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ കാര്യങ്ങളും അണ്ടർടേക്ക് ചെയ്യുന്നത് RBA ആണ് അല്ലേ. RBA ആണ് ഇവിടെ ബാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടു മേക്ക് പേയ്മെൻറ്റ്സ് അപ് ടു ദ എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ്സ് ഓഫ് ഇറ്റ്സ് അക്കൗണ്ട്. അവരുടെ എല്ലാ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ആരാണ്? RBA ആണ്. അതുപോലെ തന്നെ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് റിസർവ് ബാങ്ക് വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ അറിയാം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള പണവിനിമയങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റേർണലി ഉള്ള നമ്മുടെ ഇന്ത്യക്ക് അകത്തുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ റെമിറ്റൻസ് ഫണ്ട് ട്രാൻസ്ഫേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ചസ് വരും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിർവഹിക്കുന്നത് ആരാണ്? RBA ആണ് അവിടെ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമല്ലല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കാര്യങ്ങളിലും ആർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്? RBAക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ദ ബാങ്ക് ഷോൾ അണ്ടർടേക്ക് ടു ആക്സെപ്റ്റ് മണീസ് ഫോർ അക്കൗണ്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ടു മേക്ക് പേയ്മെൻറ്റ്സ് അപ് ടു ദ എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ്സ്. പിന്നെ ടു ക്യാരി ഔട്ട്സ് ഇറ്റ്സ് എക്സ്ചേഞ്ചസ് ഫോറിൻ എക്സ്ചേഞ്ചസ് നടത്തുന്നു, റെമിറ്റൻസ് നടത്തുന്നു, അതർ ബാങ്കിങ് ഓപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നടത്തുന്നു, ഇൻക്ലൂഡിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് ഡെറ്റ്. പൊതുകടം അങ്ങനത്തെ ഇപ്പം പിന്നെ നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നടക്കുമ്പോഴും RBAക്ക് അവിടെ വ്യക്തമായ റോളുണ്ട്. RBAയിലൂടെയാണ് എല്ലാ കൊടുക്കൽ വാങ്ങലുകളും നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഈ സെക്ഷൻ 20. സെക്ഷൻ 20 ഓർത്തിരിക്കണം. ബാങ്കർ ടു ഗവൺമെൻറ് എന്നറിയപ്പെടുന്ന സെക്ഷനാണ് സെക്ഷൻ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 20A കിടക്കുകയാണെങ്കിൽ ഈ 20A ഒമിറ്റ് ചെയ്തതാണ് കേട്ടോ. 20A ഒമിറ്റഡ് ആണ്. അതായത് ട്രാൻസാക്ഷൻസ് ഓഫ് ബിസിനസ് ഫോർ ബ്രിട്ടീഷ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ബർമയിലത്തെ കാര്യങ്ങൾ, അതായത് ബർമയുമായി ബന്ധപ്പെട്ട് ബാങ്കറായിട്ട് വർക്ക് ചെയ്ത സമയം ഉണ്ടായിരുന്നു RBA അല്ലേ. 1947 ആക്ട് 11 ഓഫ് 1947 എന്ത് ചെയ്തു? അത് റിപ്പീൽ ചെയ്തിട്ടുണ്ട്, ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് റിപ്പീലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊരു പിൻവലിക്കുകയുണ്ടായി. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ PSCയിലാണ് ഇതുവരെ നമ്മുടെ CSEBക്ക് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ PSCകളിൽ ചോദിക്കാറുണ്ട് സ്റ്റോപ്പ്ഡ് ആക്ടിങ് ബാങ്കർ ടു ബർമ വർഷം 1947 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻസിൽ വന്നിരുന്നു പഠിത്ത ഏതോ എക്സാമിൽ ഓപ്ഷൻസിൽ ബാങ്കർ ടു ബർമയിൽ ആക്ട് ചെയ്ത വർഷം, സ്റ്റോപ്പ് ചെയ്ത വർഷം ചോദിച്ചായിരുന്നു. അപ്പോൾ അതാണ് 1947. വേറെ ഇമ്പോർട്ടൻസ് ഒന്നും ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ടില്ല. 20A നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സ്റ്റോപ്പ്ഡ് ആക്ടിങ് ബാങ്കർ ടു ബർമയാണ് 1947 എന്നത്. ആ ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 20 എവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പാകിസ്ഥാനത്തെ കാര്യം എടുത്താലും സ്റ്റോപ്പ്ഡ് ആക്ട് ചെയ്യും. അപ്പോൾ അത് വന്ന കാരണം നമ്മൾ പാകിസ്ഥാനും കൂടി ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ.
സ്റ്റോപ്പ്ഡ് ആക്ടിങ് പാകിസ്ഥാൻ ആക്റ്റിൽ പറയുന്നില്ല കേട്ടോ. RBI ആക്റ്റിൽ സ്റ്റോപ്പ്ഡ് ആക്ടിങ് ബാങ്കർ ടു ബർമ എന്നുള്ള വാക്ക് വരുന്നില്ല. നമ്മൾ മേലെ കൊടുത്ത 20A ഈ ഒരു ക്ലോസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് സ്റ്റോപ്പ്ഡ് ആക്ടിങ് ബാങ്കർ ടു ബർമ എന്ന പോയിന്റ് 1947 ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റോപ്പ്ഡ് ആക്ടിങ് ബാങ്കർ ടു പാകിസ്ഥാൻ എന്നുള്ളത് 1948 ആണെന്ന് കൂടെ എന്തായാലും നമ്മൾ ഈ പോയിന്റ് പറഞ്ഞപ്പോൾ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തത് പറയുന്നത് ബാങ്ക് ടു ഹാവ് ദ റൈറ്റ് ടു ട്രാൻസാക്ട് 21 ആണ് കേട്ടോ. സെക്ഷൻ 21 ആണ് അടുത്തത്. ബാങ്ക് ടു ഹാവ് ദ റൈറ്റ് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതാണ് 21 പറയുന്നത്. അപ്പോൾ RBIക്കാണ് അല്ലേ റൈറ്റ് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ്. ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അതെ, ഓക്കെ. അപ്പോൾ റൈറ്റ് ഓഫ് RBI ടു അണ്ടർടേക്ക് ഗവൺമെൻറ് ബിസിനസ് എന്നറിയപ്പെടുന്നതാണ് ഇതൊക്കെ 21 ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 20ലും 21ലുമൊക്കെ മാനേജ് പബ്ലിക് ഡെറ്റ് എന്ന് പറഞ്ഞ കാര്യം 21ലാണ് കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, 21 പറയുന്നത് എന്താണ്? 21 പറയുന്നുണ്ട് ബാങ്കർ ടു ഗവൺമെൻറ് എന്നുള്ള രീതിയിലാണ് 20 പരാമർശിക്കുന്നത്. 21 പ്രത്യേകം പറയുന്നുണ്ട് മാനേജ് പബ്ലിക് ഡെറ്റിൻ്റെ കാര്യം കേട്ടോ. പബ്ലിക് ഡെറ്റിൻ്റെ കാര്യം 20ലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 21ലും ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ RBI ആണ് റൈറ്റ് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ് ഇന്ത്യ, റെമിറ്റൻസ്, എക്സ്ചേഞ്ച്, ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, പിന്നെ പൊതുകടം അങ്ങനത്തെ കാര്യങ്ങൾ. കീപ്പിംഗ് ഡെപ്പോസിറ്റ് ഫ്രീ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡെപ്പോസിറ്റ് എങ്ങനെയാണ്? ഫ്രീ ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നൊന്ന് ഓർത്ത് വെക്കണം. ക്യാഷ് ബാലൻസസ് വിത്ത് ദ ബാങ്കൊക്കെ RBIയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ 21 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പോയിന്റ് അതായത് 21 സെക്ഷൻ 21 ബാങ്ക് ടു ഹാവ് ദ റൈറ്റ് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ് ഇൻ ഇന്ത്യ എന്നുള്ള സംഭവം ഓർത്ത് വയ്ക്കുക. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ പബ്ലിക് ഡെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം 20ലും 21ലും പരാമർശിക്കുന്നുണ്ട് എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് 21A പോവാണ് കേട്ടോ. 21A കാര്യം പറയുകയാണെങ്കിൽ 21A അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയതാണ്. 21A ബാങ്ക് ടു ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ് ഓഫ് സ്റ്റേറ്റ്സ് ഓൺ സ്പെസിഫിക് എഗ്രിമെൻറ്റ്. അതായത് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്റുമായിട്ടുള്ള എഗ്രിമെൻറ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തം ഗവൺമെൻറ്റിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടും സ്പെസിഫിക് എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് RBI ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നാണ് പറയുന്നത്. ദ ബാങ്ക് മേ ബി ബൈ എഗ്രിമെൻറ്റ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ്. ഗവൺമെൻറ് സ്റ്റേറ്റുമായിട്ട് എന്തുണ്ട്? എഗ്രിമെൻറ്റുകൾ വെച്ചിട്ടാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് എന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു 11 വന്നിട്ടുണ്ടേ, അതെന്താണോ അറിയാതെ കടന്നുകൂടിയതാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതെന്തെല്ലാമാണെന്ന്. ഓൾ ഓഫ് ഇറ്റ്സ് മണി, റെമിറ്റൻസ്, എക്സ്ചേഞ്ച് ആൻഡ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡിങ് ഇൻ പർട്ടിക്കുലർ ഡെപ്പോസിറ്റ് ഫ്രീ ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഗവൺമെൻറ്റിനുള്ളത് ഫ്രീ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓഫ് ഓൾ ഇറ്റ്സ് ക്യാഷ് ബാലൻസസ് വിത്ത് ബാങ്ക്. ദ മാനേജ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് ഡെറ്റ് അതും ഇതിൽ കടന്നു വരുന്നുണ്ട്. 21A പറയുന്നുണ്ട്. ഇഷ്യൂ ഓഫ് എനി ന്യൂ ലോൺസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലോൺസ് കൊടുക്കുന്ന കാര്യം ഒക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഗ്രിമെൻറ്റ് പാർലമെൻറ്റിൽ പാസ്സാക്കിയതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്? എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ട് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 21A പോലെ തന്നെ 21B എന്ന് പറഞ്ഞ ഒരു ക്ലോസ്, അത് റിപ്പീൽ ഇപ്പം അത് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ 21B എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള എന്താ വെച്ചാൽ നമ്മുടെ പുനഃസംഘടനയ്ക്ക് മുമ്പേ ഉള്ള സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് 21B പറയണത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയില്ല, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി 22 റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ്. ബാങ്ക് നോട്ട്സുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ് ആർക്കാണ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. RBI ആണ് അല്ലേ. RBI ഹാസ് ദ സോൾ റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ് ഇൻ ഇന്ത്യ. The RBI can issue currency notes of the government of India if supplied by the government. അപ്പോൾ ഗവൺമെൻറ്റിനും ഇതിന് റോളുണ്ട്. കാരണം ഗവൺമെൻറ് ആണ് തീരുമാനം എടുക്കുന്നത് കേട്ടോ. ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ട് ആരെ അറിയിക്കുന്നു? RBIനെ അറിയിക്കുന്നു. അതുപ്രകാരം RBI ആണ് പിന്നെ
RBIയിലൂടെയാണ് സർക്കുലേഷൻസ് നടത്തുന്നത്. ഓക്കെ, ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ദാറ്റ് അപ്ലൈ ടു ബാങ്ക് നോട്ട്സ് അപ്ലൈ ടു ഓൾ കറൻസി നോട്ട്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പം സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഫിക്സ് എ പീരിയഡ് ഫോർ ദ RBI ടു ഇഷ്യൂ കറൻസി നോട്ട് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് പീരിയഡ് ഫിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു, പിന്നെ അത് സർക്കുലേറ്റ് ചെയ്യുന്നത് ആരിലൂടെയാണ്? RBIയിലൂടെയാണ്. പക്ഷെ റൈറ്റ് ആർക്ക് തന്നെയാണ്? ബാങ്ക് നോട്ട്സ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് പൂർണ്ണമായിട്ടും ആരുടെ തന്നെയാണ്? RBIയുടെ തന്നെയാണ്. അത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. സെൻട്രൽ ഗവൺമെൻറ് ആണ് പീരിയഡ് ഫിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. RBIക്ക് കാലാവധി ഫിക്സ് ചെയ്യുന്നത് RBIയുടെ. അപ്പോൾ ഈ ഒരു കറൻസി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട് RBIക്ക് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കറൻസി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് RBIയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് അറിയാലോ. എത്ര ഡിനോമിനേഷൻസ് വരെ? 2 മുതൽ 10,000 വരെയാണ് RBI അടിക്കുക. ഒന്ന് നമുക്കറിയാം ആരാ ചെയ്യാന്നല്ലേ, ഡിനോമിനേഷൻസ് ഓഫ് നോട്ട്സ് വിച്ച് RBI ക്യാൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് വരും. 24ാമത്തെ സെഷനിൽ കടന്നു വരും. 2 രൂപ മുതൽ 10,000 രൂപ വരെ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അധികാരം എന്തുണ്ട്? RBIക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ നമ്മുടെ അറിയും തന്നെ ആയിരിക്കും എല്ലാവർക്കും, എന്നാലും പറയുകയാണ്, കറൻസി നോട്ട്സ് 1 റുപ്പി നോട്ട് എങ്ങനെയാണ്? 1 റുപ്പി നോട്ട് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? 1 റുപ്പി നോട്ട് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് 1 രൂപ നോട്ടും അതുപോലെ തന്നെ കോയിൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. കോയിനുകളും 1 രൂപ നോട്ടുകളും ആരാണ് ഇഷ്യൂ ചെയ്യുക? ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? ഫിനാൻസ് മിനിസ്ട്രിയുടെ സെക്രട്ടറിയാണ് കേട്ടോ. സെക്രട്ടറി ടു ഫിനാൻസ് മിനിസ്ട്രിയാണ് 1 രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത്. മറ്റെല്ലാ ബാങ്ക് നോട്ടുകളിലുമാണ് എന്ത്? RBI ഗവർണർ ഉള്ളത്. ഓക്കെ, സെക്രട്ടറി ടു ഫിനാൻസ് മിനിസ്ട്രിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതാണ് കറൻസി നോട്ടിലെ ഭാഷകളുടെ എണ്ണമൊക്കെ 17. ഓക്കെ, 17 ഭാഷകളാണ് കറൻസി നോട്ടിലുള്ളത്. അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, കറൻസിയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നോട്ട് ഇഷ്യൂ എന്നാ സ്റ്റാർട്ട് ചെയ്തത് RBI? 1938 കേട്ടോ. RBI നോട്ട് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്ത വർഷം ചോദിക്കുകയാണെങ്കിൽ 1938 കേട്ടോ. അപ്പം ആദ്യത്തെ സിസ്റ്റം ഏതായിരുന്നു? പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആയിരുന്നു. അത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദമായ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് ഇഷ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ, ഏതൊക്കെ തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നൊക്കെ. അത് നമ്മുടെ ശരിക്കും ജർമ്മനിയിലാണ് ഫസ്റ്റായിട്ട് അങ്ങനത്തെ നോട്ട് ഇഷ്യൂ കേട്ടോ, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഗോൾഡ് ബാക്കിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ് ചെയ്യാം. ഇത് നമ്മൾ സെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഇത് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസി മാനേജ്മെൻറ്റ് നമ്മൾ ഓർമ്മ വരുമ്പോൾ നമ്മൾ ആ പോയിന്റ് എടുത്തു എന്നുള്ളൂ. കാരണം ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്നുള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസി മാനേജ്മെൻറ്റ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ഫംഗ്ഷൻസ് ഓഫ് കറൻസി മാനേജ്മെൻറ്റ്. ഇതൊരു കോർ ഫംഗ്ഷൻ തന്നെയാണല്ലോ RBIയുടെ അല്ലേ. RBI ആക്ടിൽ പറഞ്ഞിട്ടുള്ളൊരു കോർ ഫംഗ്ഷൻ തന്നെയാണ് ഇത്. 1934 RBI ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കറൻസി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് ആൻഡ് റിട്രീവൽ ഓഫ് അൺഫിറ്റ് നോട്ട്സ് ഫ്രം സർക്കുലേഷൻ. ഇപ്രാവശ്യത്തെ CFCBയുടെ വരെ ഉണ്ട് അല്ലേ. പിന്നെ ചോദ്യത്തിൽ ഈ ഒരു നോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ റിട്രീവൽ ഓഫ് അൺഫിറ്റ് നോട്ട്സ്, സർക്കുലേഷൻ നടക്കുന്ന റിട്രീവൽ ഓഫ് അൺഫിറ്റ് നോട്ട്സ് ആരുടെ പണിയാണ്? RBI തന്നെയാണ് അതും ചെയ്യുന്നത് കേട്ടോ. കറൻസി മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതെല്ലാം ചെയ്യുന്നത്. ദിസ് വർക്ക് ഈസ് പെർഫോംഡ് ത്രൂ 18 ഇഷ്യൂ ഓഫീസസ് ഉണ്ട്. പിന്നെ വൈഡ് നെറ്റ്വർക്ക് ഓഫ് 4195 കറൻസി ചെസ്റ്റുകളുണ്ട്, 488 റിപ്പോസിറ്ററീസ് ആൻഡ് 3562 സ്മോൾ കോയിൻസ് ഡിപ്പോകളുണ്ട് മാനേജ്ഡ് ബൈ ബാങ്ക്സ് ആൻഡ് ഗവൺമെൻറ് ട്രഷറീസ്. ഇത്രയും ഒരു ശൃംഖലയുണ്ട് എന്തിൻ്റെ താഴെ? ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസി മാനേജ്മെൻറ്റിന് താഴെ. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് അതെല്ലാം കടന്നു പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറൻസി മാനേജ്മെൻറ്റ് ഹെഡ് ചെയ്യുന്നത് ഒരു ചീഫ് ജനറൽ മാനേജറാണ്. ഓക്കെ, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് പ്ലാനിംഗ് ഡിവിഷൻ ഉണ്ട്, റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് റെമിറ്റൻസ് ഓഫ് ട്രഷർ ഡിവിഷൻ, നോട്ട് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ അനാലിസിസ് ഡിവിഷൻ ഉണ്ട്, നോട്ട് എക്സ്ചേഞ്ച് ഡിവിഷൻ ഉണ്ട്, കറൻസി ചെസ്റ്റ് ഡിവിഷൻ ഉണ്ട്, സെക്യൂരിറ്റി ഡിസിപ്ലിൻ സെല്ലുണ്ട്,
ഇൻസ്പെക്ഷനും ഫോളോ അപ്പും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ തന്നെ ചെയ്യുന്നത് കേട്ടോ. നോട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യുന്നത്. കോർഡിനേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിവിഷൻ ഉണ്ട്, സ്റ്റാഫ് സെല്ലുകളുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ ആൻഡ് ഫോർജ്ഡ് നോട്ട് വിജിലൻസിന് സെല്ലുണ്ട്, മ്യൂസിയം സെല്ലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നത് എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക. ദ ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ്സ് നോട്ട്സ് ഫ്രം 4 കറൻസി നോട്ട് പ്രിൻറ്റിംഗ് പ്രൊസസ്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഇതൊക്കെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നോക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുള്ളതാണ്. 2 ഓഫ് ദ കറൻസി നോട്ട് പ്രിൻറ്റിംഗ് പ്രൊസസ് ആർ ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 2 ആര്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്തിട്ടുള്ളതാണ്. 2 RBIയുടെ ആണെന്ന് പറയുന്നുണ്ട്. 2 ഓഫ് ദ കറൻസി നോട്ട് പ്രിൻറ്റിംഗ് പ്രൊസസ് ആർ ഓൺഡ് ബൈ ദ RBIയും മറ്റത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അത് ആരൊക്കെയാണ്? പക്ഷേ ഇതിൻ്റെയൊക്കെ വോളി ഓൺഡ് ആരാണെന്ന് പറയാം? സബ്സിഡിയറി, അതായത് RBIയുടെ സബ്സിഡറി ആയ BRBNML, അതെന്താ? അത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന അവരാണ് വോളി ഓൺഡ് സബ്സിഡിയറിയാണ് ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അതൊക്കെ ടോട്ടലി. പക്ഷേ ശരിക്കും ഓണർഷിപ്പ് വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2 RBIയുടെ 2 ഉണ്ട്. ആരിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരിലൂടെയാണ് നടത്തുന്നത്? BRBNMLലൂടെയാണ് നടത്തുന്നത്. അത് ആരുടെ സബ്സിഡിയറിയാണ്? RBIയുടെ സബ്സിഡിയറിയാണ് ഈ ഒരു ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ് ഓൺഡ് പ്രോസസ്സ് ഏതൊക്കെയാണ്? നാസിക്, അതായത് നാസിക്കിലും ദേവാസിലും ഉള്ള 2 പ്രസ്സുകൾ ആരുടെയാണ്? ഗവൺമെൻറ് ഓൺഡാണ്, സെൻട്രൽ ഗവൺമെൻറ്റിന് അധീനതയിൽ വരുന്നതാണ്. നാസിക് എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലും ദേവാസ് എന്ന് പറഞ്ഞാൽ UPയിലുമാണ് കേട്ടോ. അപ്പോൾ അത് 2 ഗവൺമെൻറ് ഓൺഡാണ്. മറ്റ് 2 അതായത് RBI അധികാരത്തിലുള്ളത് മൈസൂരും സാൽബോണിയാണ് കേട്ടോ. അപ്പോൾ മൈസൂർ കർണാടകയിലാണ്, സാൽബോണി വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഉണ്ട്. ആ 2 ഓൺ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണു. മൊത്തത്തിൽ 4 ആണുള്ളത്. 4 പഠിക്കണം. നാസിക് മഹാരാഷ്ട്ര, കറൻസി നോട്ട്സ് പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. സെക്യൂരിറ്റി പ്രസ് എന്നാണ് അറിയപ്പെടുക. നാസിക് മഹാരാഷ്ട്ര, ദേവാസ് UP, മൈസൂർ കർണാടകത്തിലുള്ള മൈസൂരിൽ, പിന്നെ വെസ്റ്റ് ബംഗാളിലുള്ള സാൽബോണി. ഇതിൽ 2 പോയിന്റുകൾ ഓർത്തിരിക്കാനുള്ളത്. 2 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഏതാണ്? നാസിക്കും ദേവാസുമാണ് സെൻട്രൽ ഗവൺമെൻറ് ഓൺ ചെയ്യുന്നത്. മൈസൂരും സാൽബോണിയും ഓൺ ചെയ്യുന്നത് RBI ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ അതർ 2 അത് പറഞ്ഞു. പിന്നെ കോയിൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. 1 റുപ്പി കോയിൻ പ്രിൻറ്റ്, 1 റുപ്പി നോട്ടുകളും പിന്നെ കോയിൻസും മിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് മിൻറ്റുകൾ വേണം. അത് ചെയ്യുന്നത് മിൻറ്റുകളാണ് അല്ലേ, കോയിൻ മിൻറ്റുകളാണ്. കോയിൻ മിൻറ്റുകൾ ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പം 4 പ്രധാനപ്പെട്ട സ്ഥലത്താണുള്ളത്. മുംബൈയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, പിന്നെ കൽക്കത്തയിലും നോയിഡയിലും ഉണ്ട് കേട്ടോ. ദ മിൻസ് ആർ ലൊക്കേറ്റഡ് അറ്റ് മുംബൈ, ഹൈദരാബാദ്, കൽക്കട്ട ആൻഡ് നോയിഡ. ഈ 4 സ്ഥലങ്ങളിലാണ് മിൻറ്റുകൾ, കോയിൻ മിൻറ്റുകൾ ഉള്ളത്. ഇതെല്ലാം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസും കൂടി ജസ്റ്റ് നോക്കിയിട്ട് പോകാം കേട്ടോ. എന്തെല്ലാം ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഫങ്ഷൻസ് ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് പോരുത്. ഇതിപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഏത് എക്സാം വരുമ്പോഴും, ഇപ്പോൾ നമ്മളിപ്പോൾ CSEBക്ക് മാത്രമാണ് പഠിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് CSEBയുടെ സിലബസിലുണ്ടോ, ഇതൊക്കെ വരുമോ മിസ്സേ, അല്ലെങ്കിൽ ഇത് പഠിക്കണോ മിസ്സേ. അപ്പോൾ ഇത് നമ്മളല്ല തീരുമാനിക്കണം. നമ്മൾ ഒരു അത്യാവശ്യം എവിടെ നിന്നൊക്കെ പോയിന്റുകൾ കിട്ടുമോ നിങ്ങളതെല്ലാം കളക്ട് ചെയ്ത് വെക്കുമോ. നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാമെന്ന് വയ്ക്കാം. എന്തായാലും ഇപ്പോൾ സമയമുണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് സമയമുണ്ട്. അപ്പം നിങ്ങൾ കളക്ട് ചെയ്യുന്ന പോയിന്റുകളൊക്കെ നിങ്ങളത് എഴുതി വെക്കുക. നിങ്ങൾക്ക് സ്വരുക്കൂട്ടി വെക്കാൻ പറ്റുമല്ലോ. ഇനിയും ഇപ്പോൾ അത് കഴിയുമ്പോഴേക്കും CSEB മാത്രമല്ല, KS കാർഡ് ബാങ്ക് വരാനുണ്ട്. KS കാർഡ് ബാങ്ക് ഇപ്പോൾ അടുത്ത് വിളിക്കുന്നുണ്ടാവും. പിന്നെ അപ്പോൾ ലിസ്റ്റ് ഏകദേശം തീരുമാനമാവാനായിട്ടുണ്ടാവും. അപ്പോൾ KS കാർഡ് ബാങ്ക് വരാനുണ്ട്. പിന്നെ ഇപ്പോൾ ലിസ്റ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരുമല്ലോ എന്തായാലും. നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കഴിഞ്ഞാലും ഇനിയും വരില്ലേ, വിളിക്കില്ലേ 2 കൊല്ലം കഴിയുമ്പോഴേക്കും. അതുപോലെ കേരള ബാങ്ക് വരും. അപ്പോൾ എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഞാൻ CSEBക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, ഞാൻ PSC നോക്കുന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. CSEB എഴുതുമ്പോൾ CSEB എഴുതുക. അല്ല മറ്റെല്ലാ എക്സാം, കൊമേഴ്സ് ബേസ്ഡ് എന്ത് എക്സാം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻസ് ബേസ്ഡ് എന്ത് എക്സാം വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾ ആ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി കുറിപ്പുണ്ടാക്കി എഴുതി വെക്കുക. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ RBI ആക്റ്റിൽ എന്ത് ചോദിച്ചാലും RBIയുമായി ബന്ധപ്പെട്ട് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഏത് എക്സാമിനും ഗുണം ചെയ്യും. ഇന്നൊരു എക്സാം എന്നല്ല,
പൊതുവേ നമ്മൾ കേൾക്കണതാണ് ഇത് വരാറുണ്ടോ, ഇത് അവരുടെ ടോപ്പിക്കിലുണ്ടോ. നമുക്ക് ടോപ്പിക്ക് കറക്റ്റായിട്ട് CSEB ഒരു ടോപ്പിക്ക് തരാത്തിടത്തോളം കാലം നമുക്ക് ആ ടോപ്പിക്കിൽ ഊന്നി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പുറത്തുനിന്നൊക്കെ പഠിക്കുക. ഓക്കെ, RBI എന്തായാലും അവരുടെ ടോപ്പിക്കിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് ഇപ്പോൾ പ്രാവശ്യം ചോദിച്ചത് കണ്ടു അല്ലേ, ആ നോട്ടിൻ്റെ ഇഷ്യൂവിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കണ്ടു. അപ്പോൾ അതേപോലെയുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് ബാങ്ക് നോട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഫോർ നോട്ട്സ് ആൻഡ് കോയിൻസ്, എൻഷുറിംഗ് സ്മൂത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് നോട്ട്സ് ആൻഡ് കോയിൻസ് ത്രൂ ഔട്ട് ദ കൺട്രി ആൻഡ് റിട്രീവൽ ഓഫ് അൺഫിറ്റ് നോട്ട്സ്. അതുപോലെ തന്നെ അൺകറണ്ട് കോയിൻസ് ഫ്രം സർക്കുലേഷൻ, അൺകറണ്ട് കോയിൻസ് സർക്കുലേഷനിലുള്ളതും ഒക്കെ പിൻവലിക്കുന്നതും അവർ തന്നെയാണ്. എൻഷുറിംഗ് ഇൻറ്റഗ്രിറ്റി ഓഫ് ബാങ്ക് നോട്ട്സ്, അഡ്മിനിസ്ട്രിങ് ദ RBI റൂൾസ്, നോട്ട് റീഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, റിവ്യൂയിങ് റാഷണലൈസിങ് ദ വർക്ക് സിസ്റ്റം പ്രൊസീജിയേഴ്സ് അറ്റ് ദ ഇഷ്യൂ ഓഫീസസ് ഓൺഗോയിങ് ബേസിസ്, ഡിസമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഓൺ കറൻസി റിലേറ്റഡ് മാറ്റേഴ്സ് ടു ജനറൽ പബ്ലിക്കിന് ഡിസമിനേഷൻ കൊടുക്കുന്നത് ആരെന്നെയാണ്, ഇവരുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം കണ്ടത്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾസോ കോർഡിനേറ്റ്സ് ദ ബാങ്ക്സ് എൻഡവർ ടു സെറ്റപ്പ് എ മോണിറ്ററി മ്യൂസിയം മുംബൈയിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. RBI ബന്ധപ്പെട്ട മോണിറ്ററി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ബാങ്ക് നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കിട്ടുന്നത്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനും ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തുടർന്നുള്ള ബാക്കി സെക്ഷൻസ് 23 തൊട്ടിട്ടുള്ള സെക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്